Hi, Namaste, welcome back to WinTrader. ബാങ്ക് നിഫ്റ്റിയിലും അതിൻ്റെ ഓപ്ഷൻസിലും റിസ്ക് കുറച്ചുകൊണ്ട് മാക്സിമം ലാഭം നമുക്ക് എങ്ങനെ നേടാം ഒരു ഓപ്ഷൻസിലൂടെ. അതും അച്ചാനക്ക് പെട്ടെന്നൊരു ഹൈക്ക് മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ, അതായത് നമ്മൾ സിഗ്നലെടുത്ത് പ്രോഫിറ്റിലേക്ക് നിൽക്കുവാണ്, അപ്പോൾ ഒരു ഹൈക്ക് മാർക്കറ്റിലേക്ക് വന്ന് റിവേഴ്സിൽ പോകുന്ന സിഗ്നൽസിൽ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ മൊമെൻറ്റ് നമുക്ക് മാക്സിമം എനിക്ക് റിസ്ക് ഇല്ലാതെ നമുക്ക് അവിടുന്ന് എങ്ങനെ ഒരു പ്രോഫിറ്റ് നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അതോടൊപ്പം ഓപ്ഷൻസിൽ ബെറ്റർ നിങ്ങൾക്ക് മാക്സിമം പ്രോഫിറ്റ് നേടാനുള്ള ഒരു എളുപ്പ വഴിയും കൂടെ ഞാൻ ഇന്നത്തെ കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. ഡെമോയ്ക്ക് വേണ്ടി വിളിക്കേണ്ട നമ്പർ 8139039994 ഇതിൻ്റെ വാട്സപ്പ് നമ്പറാണ്. ഇതിലേക്ക് കോൾ ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡേ ബ്രേക്കർ ലൈനാണ് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ആയിരിക്കുന്നത്. മോർണിംഗിൽ കോർണറിൽ നിങ്ങൾക്ക് ലൈവ് റേറ്റ് കാണാം. ഇതിനകത്ത് അപ്രോക്സിമേറ്റ് ഒരു 11:30 കഴിഞ്ഞിട്ട് മാർക്കറ്റ് നല്ല ഡൗൺ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുവരെ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആയിരുന്നു. സെയിം നിഫ്റ്റിയിൽ പക്ഷേ ഒരു ബൈ സിഗ്നൽ തന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മേലിലേക്ക് ഒരു 20 പോയിന്റ്സ് കിട്ടിയിട്ടില്ല. അതിനു മുമ്പ് മാർക്കറ്റ് ഒരു ഹ്യൂജ് ഡൗണിലേക്ക് ഉണ്ടായി. മാർക്കറ്റ് തിരിച്ച് ഇറങ്ങുകയാണ് ഒരു 11:30 ശേഷം ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ബൈസിക്കിൾ എടുത്തവർക്ക് ആക്ച്വലി ഒരു ചെറിയ SL ഹിറ്റായിട്ടുണ്ടാവും. പക്ഷെ അതുപോലെ ആക്ച്വലി റിവേഴ്സിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കുമെന്നും കൂടെ പറഞ്ഞു തരാം. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട സ്ട്രാറ്റജി, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജി ബാർ ചാർട്ടാണ്. അപ്പോൾ ഇതിനകത്ത് കളർ ചേഞ്ച് കാണുന്നത് നിങ്ങൾക്ക് സൈഡ് വേസും ഗ്രീൻ കളർ റെഡ് കളർ മിക്സ് ആയിട്ട് റെഡ് കളർ സെല്ലും ഗ്രീൻ കളർ ബൈയും ആണ്. കളർ ചേഞ്ച് സൈഡ് വേസ് ആണ്. അതേപോലെ റെസിസ്റ്റൻസ് റെഡ് കളറും സപ്പോർട്ട് ബ്ലൂ കളറുമാണ്. ബ്ലൂ കളർ. ഓക്കെ, അപ്പോൾ ബ്ലൂ കളർ ബ്രേക്ക് ചെയ്ത് റെഡ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്താൽ അവിടെ താഴോട്ടേ പോകത്തുള്ളൂ. റെസിസ്റ്റൻസ് ആണ് ബ്രേക്ക് ചെയ്യുന്ന എയർ ഹൈക്കിൽ. അപ്പം നമ്മൾ എന്തെങ്കിലും സിഗ്നൽ എടുത്തിരിക്കുന്ന ഇടയ്ക്ക് കളർ ചേഞ്ച് വരികയാണെങ്കിൽ അവിടെ നിന്നൊരു എക്സിറ്റ് നമുക്ക് അടിക്കാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ട്. കാരണം അവിടെ നിന്ന് റിവേഴ്സ് പോകാനുള്ള സാധ്യതകളുണ്ട്. അതാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഒരു രൂപരേഖ ഇതാണ്. അപ്പോൾ ഇതിനകത്ത് വാച്ച് ചെയ്യേണ്ട നമുക്ക് ശ്രദ്ധിക്കേണ്ട രീതി ഇത്ര മാത്രം. സിഗ്നൽ വരുമ്പോൾ അലേർട്ട് വരും. അതോടൊപ്പം ഡീറ്റെയിൽസും മുകളിലും താഴെയും കാണുന്നത്. അപ്പോൾ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ കൺഫർമേഷൻ ചെക്ക് ചെയ്യേണ്ട ക്യാൻഡിൽ കളറ്, താഴത്തെ കൺഫർമേഷൻ ബാർ, സെൽ സോൺ, ഇത് മൂന്നും ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്ക് സിഗ്നൽ എടുക്കാം കൺഫർമേഷൻ ആയിക്കഴിഞ്ഞാൽ. അപ്പം ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ സിഗ്നൽ ഓൾറെഡി നേരത്തെ വന്നിട്ടുണ്ട്. 11:30 സിഗ്നൽ വന്നു കഴിഞ്ഞിട്ട് ശേഷം കൺഫേം ആയി കഴിഞ്ഞ ശേഷം സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന ലെവലാണ് സിഗ്നൽ തന്നിരിക്കുന്നത്. അപ്പോൾ ആ പൊസിഷനിൽ ധൈര്യമായിട്ട് നമുക്ക് ഈ പൊസിഷനിൽ തന്നെ എടുക്കാം. അപ്പോൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 41,040 നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് നമുക്ക് ഒരു 41,100 അതായത് 100 പോയിന്റ് പിന്നിൽ മുന്നിലേക്ക് എടുക്കും. അപ്പോൾ ആ പൊസിഷനിൽ നമ്മൾ അപ്രോക്സിമേറ്റ് പുട്ട് ഓപ്ഷൻ എടുത്തത് ഒരു 11:30 304 304 എടുത്ത 334 59 83 3 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത ലെവലിൽ നിന്ന് അപ്രോക്സിമേറ്റ് ഒരു ഉച്ചയ്ക്ക് ഒരു 1 മണിക്ക് എക്സിറ്റ് ചെയ്താലും 372 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. അത്രയ്ക്ക് നല്ലൊരു ഹ്യൂജ് ഹൈക്ക് കയറിയിട്ടുണ്ട്. ഇപ്പം അതുവരെ ആരും എൻട്രി ചെയ്തിട്ടില്ല പൊസിഷൻ, ഇനിയും എൻട്രി ചെയ്യാവുന്ന പൊസിഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ രണ്ടാമത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഒരു 1.5 കഴിഞ്ഞിട്ട് 379 ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. അവിടെ നേരെ ഒരു ഹൈക്ക് മാർക്കറ്റിൽ കയറിയിട്ടുണ്ട്. അത് 591. ഇത് ഒന്നും എടുത്തിട്ടില്ല. എന്നാൽ ലാസ്റ്റ് ക്ലോസിങ്ങിൽ ഒരു അപ്രോക്സിമേറ്റ് 2 മണിക്ക് ശേഷം 418 ബ്രേക്ക് ചെയ്ത് അവിടെ നേരെ ഒരു 570 കയറിയിട്ടുണ്ട്. ഒന്നും എടുത്തില്ലെങ്കിൽ നമുക്ക് ക്ലോസിങ്ങിലും നമുക്ക് സിഗ്നൽ എടുക്കാം. അത് ഇത്രയും നമുക്ക് മാർക്കറ്റ് നോക്കിയില്ലെങ്കിൽ ലാസ്റ്റ് ക്ലോസിങ്ങിൽ ഒരു നല്ല ഹ്യൂജ് ബ്രേക്ക് ഔട്ട് എൻട്രി കിട്ടും. അപ്പോൾ അഥവാ 5 മിനിറ്റ്സിൽ നോക്കാൻ പറ്റിയില്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ആക്ച്വലി നോക്കാം. 1 മിനിറ്റിൽ നിങ്ങൾ സിഗ്നൽ നോക്കി കഴിഞ്ഞാൽ ലാസ്റ്റത്തെ ആ ബ്രേക്ക് ഔട്ട് എൻട്രി അപ്രോക്സിമേറ്റ് നോക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അവിടെ നേരെ ഒരു ഹ്യൂജ് ഹൈക്കായിരുന്നു. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് ആക്ച്വലി ഓപ്ഷനിൽ ട്രേഡ് ചെയ്യുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ ഗൈഡ് ചെയ്തിരുന്നു. അതേപോലെ നിഫ്റ്റിയിലും. പക്ഷേ നിഫ്റ്റിയിൽ മോർണിംഗിലൊരു സിഗ്നൽ തന്നു ബ്രേക്ക് ഔട്ട്, അതായത് മാർക്കറ്റ് ബൈ സിഗ്നലിലേക്ക് ആക്ച്വലി റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കയറിയിട്ടാണ് ഹ്യൂജ് ഡൗൺ ഇറങ്ങിയിരിക്കുന്നത്. അപ്പം ഇതുപോലത്തെ സിറ്റുവേഷൻസിൽ ഞാൻ 17,700 കോളും എടുത്തിട്ടുണ്ടായിരുന്നു. 17,700 കോൾ എടുത്ത് ഒരു 300 പൊസിഷൻ എൻട്രി ചെയ്തു. 300 പൊസിഷൻ എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് 323 വരെ കയറിയിട്ടില്ല. മാർക്കറ്റ് ഒരു ഡൗൺ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് നമ്മൾ ഓപ്ഷൻ എടുക്കുമ്പോൾ ഒരുപാട് ടാർഗറ്റിലേക്ക് ട്രൈ ചെയ്യാൻ നമ്മൾ ലോട്ട് കൂട്ടിയിട്ട് എക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ചെറിയ പോയിന്റ് ഒരു 10-20 പോയിന്റ് എടുത്തിട്ട് ലോട്ട് കൂട്ടി എക്സിറ്റ് ചെയ്യുക. അതെപ്പോഴും സേഫാണ്. അതോടൊപ്പം നമുക്ക് തിരിച്ച് ഇതുപോലത്തെ സിറ്റുവേഷൻസിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രെൻഡ് ലൈൻ വൈസ് ഒരു ഡൗൺ സ്റ്റാർട്ട് ആകുമ്പോൾ അവിടെ നമുക്ക് ആക്ച്വലി കട്ട് ചെയ്യാവുന്നതാണ്. അതുവരെ ഹോൾഡ് ചെയ്യേണ്ട. ട്രെൻഡ് ലൈൻ വൈസ് ഡൗൺ ആയിട്ട് നമുക്ക് ആക്ച്വലി അവിടെ കാണുകയാണെങ്കിൽ ആ പോർഷൻ നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ അതോടൊപ്പം നമുക്ക് റിവേഴ്സിൽ പോകുന്നതിന് മുമ്പ് കളർ ചേഞ്ച് കാണിച്ചിട്ടും അല്ലാന്നുണ്ടെങ്കിൽ താഴത്തെ കൺഫർമേഷൻ ബാർ വരുന്നവരെ ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സൊല്യൂഷൻ നമുക്ക് ആക്ച്വലി റിവേഴ്സ് പോകുന്നത് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള. അതോടൊപ്പം മാർക്കറ്റ് പിന്നെ തിരിച്ച് കയറിയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്.
അപ്രോക്സിമേറ്റ് പിന്നെയും മാർക്കറ്റ് ഒരു കുറച്ച് പോയിന്റ് കയറിയിട്ടുണ്ട്. കയറി കഴിഞ്ഞിട്ടാണ് സെൽ സിഗ്നൽ തന്ന 11:30 ശേഷം 11:30 17,944 ആക്ച്വലി സിഗ്നൽ തന്നു. കൺഫേം ആയി നമ്മൾ പോർഷൻ എടുക്കുന്ന സമയത്ത് അപ്രോക്സിമേറ്റ് 18,100 പുട്ട് എടുക്കാമായിരുന്നു ഓപ്ഷൻസിൽ. അപ്പം 17,900 പുട്ട് 18,100 പുട്ട് മിസ്റ്റേക്ക് ആയിപ്പോയി. നമുക്ക് നിഫ്റ്റിയിൽ വരുന്ന സമയത്ത് 17,900 ആണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ 200 പോയിന്റ് ഞാൻ മുന്നിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പം 18,100 പുട്ട് നോക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ പോർഷൻ എടുത്ത അപ്രോക്സിമേറ്റ് ഒരു 192 ഞാൻ പോർഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നേരെ ഒരു ഹൈക്ക് മാർക്കറ്റ് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. 280 വരെ കയറിയിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല ഹ്യൂജ് അപ് ട്രെൻഡ് ഉണ്ടായിരുന്നു. അപ്പം ഇൻ കേസ് മോർണിംഗിൽ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു ബ്രേക്ക് ഔട്ട് 239 പിന്നെയും വന്നിട്ടുണ്ട്. അവിടുന്ന് നേരെ ഒരു ബ്രേക്ക് ഔട്ട് എന്തായാലും ഒരു 280 വരെ പോയിട്ടുണ്ട്. നല്ലൊരു ഹ്യൂജ് ഒരു അപ് ട്രെൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ഓപ്ഷൻസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ സേഫ് ആയിട്ട് നമ്മൾ ട്രേഡ് ചെയ്തിട്ട് ഒരു നല്ലൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റും. അതിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് വിളിക്കുക. ഞാൻ ഡെമോ അറേഞ്ച് ചെയ്യാം. ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് ഒരു 1 ഡേ ട്രയൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ആ 1 ഡേ ട്രയൽ നിങ്ങൾക്ക് കിട്ടും. അതിന് വിളിക്കേണ്ട നമ്പർ 81390399. എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ഞാനാണ് സീമ കൃഷ്ണ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.